വചനവീഥിയിലൂടെ ഫാദർ JB പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 6 16 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഉപവാസം. നിങ്ങൾ ഉപവസിക്കുമ്പോൾ കപടനാട്യക്കാരെ പോലെ വിഷാദം ഭാവിക്കരുത്. തങ്ങൾ ഉപവസിക്കുന്നുവെന്ന് അന്യരെ കാണിക്കാൻ വേണ്ടി അവർ മുഖം വികൃതമാക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, അവർക്ക് പ്രതിഫലം ലഭിച്ചു കഴിഞ്ഞു. എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യനായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിന് ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കഴുകുകയും ചെയ്യുക. രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം നൽകും. യഥാർത്ഥ നിക്ഷേപം. ഭൂമിയിൽ നിക്ഷേപം കരുതി വയ്ക്കരുത്. തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും. കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയില്ല. നിങ്ങളുടെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ ഹൃദയവും. ജീവിതത്തിലെ തിരുത്തപ്പെടേണ്ട ചില വികൽപ്പങ്ങൾ. ഇന്നത്തെ സഭാമക്കളുടെ ആത്മീയ തലത്തിലുള്ള ചില വികൽപ്പങ്ങളിലേക്കും പാളിച്ചകളിലേക്കും വിരൽ ചൂണ്ടുകയല്ലേ യേശു ഇന്നത്തെ സുവിശേഷത്തിലൂടെ എന്നാണ് എന്റെ ഒരു നിഗമനം. ഈ പാളിച്ചകളും വികൽപ്പങ്ങൾക്കും ഞാൻ പേര് കൊടുക്കാൻ ഇഷ്ടപ്പെടുക ഫരീസെയിസം എന്നാണ്. യേശുവിന്റെ കാലത്ത് സമൂഹത്തിൽ മേൽത്തട്ടിൽ വിഹരിച്ചിരുന്ന ഒരു വിഭാഗക്കാർ ആയിരുന്നല്ലോ ഫരീസയർ. അവർ നന്മകളെ സംസാരിക്കൂ, പക്ഷെ അവർ സംസാരിക്കുന്ന നന്മകള് അവരുടെ അനുദിന ജീവിതത്തിൽ നമുക്ക് ദർശിക്കാൻ സാധ്യമല്ല. അവര് ആത്മീയ കാര്യങ്ങളെപ്പറ്റി സംസാരിക്കും, പക്ഷേ യഥാർത്ഥത്തിലുള്ള ആത്മീയ ദർശനം അവരിൽ നമുക്ക് കാണാൻ സാധിക്കില്ല. യഥാർത്ഥത്തിലുള്ള ദർശനമില്ലാതെ അവർ സംസാരിക്കുന്നത് കൊണ്ട് അവരുടെ ആത്മീയ കാഴ്ചപ്പാടുകള്, വാക്കുകള് ഒരു തരം കാപ്പട്യത്തിൻ്റെതായിട്ടുള്ള സ്വഭാവം സ്വീകരിക്കുന്നതായിട്ട് കാണാം. അതുകൊണ്ടാണ് യേശു എപ്പോഴും ഫരീസയരെ കുറ്റപ്പെടുത്തുന്നതായിട്ട് കാണുന്നത്. ഫരീസയരെ വിമർശിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ ഉടനീളം കാണുന്നു. കാരണം അവർ സംസാരിക്കുന്നതിന്റെ പൊരുള് അവര് തന്നെ മനസ്സിലാക്കാതെയും അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഉദ്ദേശിക്കാതെയും പുറത്ത് കാണാവുന്ന കേൾക്കുമ്പോഴും ഭംഗിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. പക്ഷെ അതിന്റെ ആന്തരിക ചൈതന്യം അവർ തന്നെ മനസ്സിലാക്കി അവരുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കാൻ അവർ തുനിയുന്നില്ല. അതുകൊണ്ടാണ് കപടഭക്തരെ എന്ന് അവരെ അഭിസംബോധന ചെയ്യുന്നത്. വെള്ളയടിച്ച കുഴിമാടങ്ങളെ എന്നുള്ള അഭിസംബോധന നാം വായിക്കാനിടവരുന്നത്. ഈ ഒരു പ്രക്രിയയാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ഫരീസെയിസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഫരീസെയ്സ്, ആ തരത്തിലുള്ള വികല്പം ഇന്നത്തെ സഭാമക്കളിൽ പ്രത്യേകിച്ച് ആത്മീയ മക്കളാണ് എന്ന് സ്വയമായിട്ട് മറ്റുള്ളവരെക്കാൾ അവകാശപ്പെടാവുന്ന ആ വിഭാഗം ജനസമൂഹത്തിൽ ഈ ഒരു വികല്പം കൂടുതലായിട്ട് ഇന്ന് നിഴലിക്കുന്നില്ലേ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ആ നിഴലാണ്, ആ വികല്പത്തിന്റെ പ്രസരണമാണ് ഇന്ന് കൂടുതൽ അനുഷ്ഠാനങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്ത്, പ്രകടനങ്ങളിലേക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനുഷ്ഠാനം എന്തിനു വേണ്ടി നടത്തുന്നു അതിന്റെ ആത്മീയതയിലേക്ക്, ആന്തരികതയിലേക്ക് നാം താഴ്ന്നിറങ്ങാതെ ഉള്ളൊരു ജീവിതശൈലി. ഉദാഹരണമായിട്ട് അനുഷ്ഠാനവും ആചാരങ്ങളും പെട്ടതാണ് സഭയുടെ വകയായിട്ടുള്ള നോമ്പ്, ഉപവാസം, അങ്ങനെയുള്ള ചില ഭക്താഭ്യാസങ്ങള്. തീർച്ചയായിട്ടും സാമൂഹിക ജീവിയായിട്ടുള്ള മനുഷ്യന് ഇതൊക്കെ ആവശ്യമാണ്, ഉപകാരപ്രദവുമാണ്. പക്ഷേ ബാഹ്യമായിട്ടുള്ള രീതിയിലുള്ള ഈ നോമ്പും ഉപവാസവും അതിന് അമിത പ്രാധാന്യം നമ്മൾ കൊടുക്കാൻ താല്പര്യം വെക്കുകയും
എന്തിനു വേണ്ടി ഉപവാസവും നോമ്പും നമ്മൾ അനുഷ്ഠിക്കുന്നുവോ ആ മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കുന്ന ആ പ്രകൃതിയിലേക്ക് ആളുകള് എത്തിപ്പെടാതിരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ആ വികല്പം. യേശുവിന്റെ കാഴ്ചപ്പാടനുസരിച്ച് മനുഷ്യൻ അനുഷ്ഠിക്കാൻ ഇടവരുന്ന എല്ലാ ആചാരങ്ങളും ഭക്തകൃത്യങ്ങളും ആത്യന്തികമായിട്ട് മനുഷ്യന്റെ മനസ്സിനെ സംസ്കരിക്കാൻ അവന് പ്രയോജനപ്രദമാകണം. അങ്ങനെ സംസ്കാരം സാധിച്ച ഒരു മനുഷ്യന്റെ മനസ്സാണ് ദൈവത്തിൻ്റെതായിട്ടുള്ള ശ്രദ്ധാവിഷയം. അവിടെയാണ് ദർശനങ്ങൾ വിരിയുക. നമ്മുടെ വികാരങ്ങളെ നിയന്ത്രിക്കാനും വികാരങ്ങളെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാനും ഉള്ള പ്രാപ്തി നാം ക്രമേണ സമ്പാദിക്കാൻ നമ്മുടെ അനുഷ്ഠാന പ്രക്രിയകൾ കൊണ്ട് സാധ്യമാകുന്നില്ല എന്ന് വരികിൽ അത് വെറും ഒരു പ്രകടനത്തിന്റെ രീതിയിലേക്ക് യേശു ഫരിസേയരെ കുറ്റപ്പെടുത്തിയ അതേ രീതിയിലേക്ക് താഴ്ന്നു പോകാൻ, ഉപരിപ്ലവമായ രീതിയിൽ പോകാൻ, ജീവിതത്തിൽ യാതൊരു തരത്തിലും അത് വ്യതിയാനവും വ്യതിചലനവും പരിവർത്തനങ്ങളും സൃഷ്ടിക്കാൻ സാധിക്കാതെ, എന്നാൽ ഒരു തരം കോംപ്ലസൻസി, ഒരു തരത്തിലുള്ള ആത്മസംതൃപ്തി നേടാൻ അത് ഉപകരിക്കയിൽ കവിഞ്ഞ് ജീവിതത്തിന്റെ നിയന്ത്രണത്തിലേക്കോ വൈകാരികമായ പക്വതയിലേക്കോ ആന്തരികമായിട്ടുള്ള വളർച്ചയിലേക്കോ മനുഷ്യനെ നയിക്കാൻ അത് ഉതകുന്നതല്ല. ഉദാഹരണമായിട്ട് നമുക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ നാം ജീവിക്കുന്ന സമൂഹത്തിലെ ഒരു വ്യക്തി നമ്മോട് പ്രതികരിക്കുമ്പോൾ നാം അതിനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന സ്ഥിതിവിശേഷം നമുക്ക് സംജാതമാക്കാൻ നമ്മുടെ ഉപവാസ, നമ്മുടെ നോമ്പ് പ്രക്രിയകൾ കൊണ്ട് നമുക്ക് സാധ്യമാകുന്നില്ലെങ്കിൽ അത് വെറും പ്രകടനാത്മകമായി, അത് മനുഷ്യന് ആത്യന്തികമായിട്ടുള്ള ഉപകാരം ചെയ്യില്ല. യേശു ഇന്നത്തെ സുവിശേഷത്തില് നിങ്ങളുടെ ഹൃദയം എവിടെയോ അവിടെയായിരിക്കും നിങ്ങളുടെ നിക്ഷേപം എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കണം, യേശു ഉദ്ദേശിക്കുന്ന മാംസളമായ മനുഷ്യന്റെ ഒരു അവയവമായ ഹൃദയത്തെ അല്ല. യേശു ഉദ്ദേശിക്കുന്നത് മനുഷ്യന്റെ മനസ്സിനെയാണ്. ആ മനുഷ്യന്റെ മനോഭാവങ്ങളാണ്. മനുഷ്യന്റെ മനസ്സിന്റെ മനോഭാവങ്ങളെ സംസ്കരിച്ചെടുക്കാൻ ഉപകരിക്കുന്ന പ്രക്രിയകൾക്ക് യേശുവിന്റെ ദർശനമനുസരിച്ച് വിലയുള്ളൂ എന്നുള്ളതാണ്. ആ തരത്തിലേക്ക് നാം ആഴ്ന്നിറങ്ങുമ്പോഴേ ആത്മീയത എന്ന് പറയുന്നതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മറിച്ച് നമുക്കൊരു തരത്തിലുള്ള ഇത്രയും ദിവസം നോമ്പ് നോറ്റു, ഇത്ര ദിവസം ഉപവാസമെടുത്തു, ഇത്രയും ഭക്തകൃത്യങ്ങൾ ചെയ്തു, ഇത്രയും കൊന്ത ഒരു ദിവസം ജപിച്ചു എന്നതിന്റെയൊക്കെ ഒരു സംതൃപ്തി നമുക്കുണ്ടാകാം. പക്ഷെ അതിന്റെ ഫലമായിട്ട് മനുഷ്യനിൽ വരേണ്ട വ്യതിയാനങ്ങള്, ചിന്തയിൽ വരേണ്ട വ്യത്യാസങ്ങള്, മനോഭാവത്തിൽ ഉണ്ടാകേണ്ട സംസ്കാരം നമുക്ക് സാധിച്ചെടുക്കുക എന്നുള്ളതാണ് അതിലെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള വിഷയം, ഏറ്റവും കാര്യപ്പെട്ടത് എന്ന് ഉള്ളത് നാം ധരിച്ചെടുക്കണം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രമേയവും സന്ദേശവുമായിട്ട് എനിക്ക് തോന്നുന്നു.